ഹായ് ഡിയേഴ്സ്, ഞാൻ പ്രീത. അപ്പോൾ ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട ഉണ്ടാക്കാൻ ഏത് പരിപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് കടലപ്പരിപ്പാണ്. അപ്പോൾ 250 ഗ്രാം കടലപ്പരിപ്പ് ഞാൻ എടുക്കുവാണ്. അത് 3 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒരു സ്റ്റെയിനറിലിട്ട് വെച്ചു. 10 മിനിറ്റ് നേരം സ്റ്റെയിനറിലിട്ടു. ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തു. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ. അപ്പോൾ പരിപ്പ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ പൊട്ടി വരുന്നത്. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഇനി ഞാനിത് മിക്സിയുടെ ജാറിൽ ഇടാൻ പോവാണ്. ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. കുറച്ച് പരിപ്പ് ക്രഷാവും, അല്ലാത്തത് ക്രഷാവില്ല. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. ഞാനിൽ അത്യാവശ്യം വലിപ്പമുള്ള 3 പച്ചമുളക് ആഡ് ചെയ്യുന്നതാണ്. കണ്ടില്ലേ, കൂടെ ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. എല്ലാം ആവശ്യാനുസരണം ചേർത്താൽ മതി. 10 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഞാനൊരു ബൗളിലാക്കി. കണ്ടില്ലേ, ഈ പരുവത്തിൽ. ഇനി ഇതിൽ ഉപ്പ് ആഡ് ചെയ്യാണ്. മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു പിടി കറിവേപ്പില ചേർക്കുന്നുണ്ട്. എരിവ് പോരെന്ന് തോന്നിയുകൊണ്ട് 2 അങ്ങാടി മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. ഒട്ടും വെള്ളം ചേർക്കരുത്, കാരണം വെള്ളം ചേർത്താൽ ക്രിസ്പിയായി കിട്ടില്ല. അപ്പോൾ ഇത്തിരി ഈർപ്പം തോന്നിയതുകൊണ്ട് ഞാൻ ഇത്തിരി കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, അരിപ്പൊടി ആയാലും ചേർക്കാം, നല്ല ക്രിസ്പിയായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ 250 ഗ്രാം പരിപ്പിന് 14 ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി കൈവെള്ളയിലിട്ട് ഒന്നൊന്നായി പരത്തി എണ്ണയിലിടുവാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിടുവാൻ പോവാണ്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി പരുവാണെന്ന്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ക്രിസ്പി ആയിട്ട് ഒട്ടും എണ്ണ പിടിക്കാത്ത പരിപ്പ് വടയാണ്. നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ പരിപ്പ് വട. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഈ റെസിപ്പി ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പിയായി വരുന്നതായിരിക്കും. ബായ്.